ഒന്ന് അതൊന്ന് അത് വെക്കണം. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഞങ്ങൾ നേരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ വർഷം എന്ന് പറയുന്നത് നല്ലൊരു അല്ലേ, അത്യാവശ്യം അടിപൊളി ഒരു വർഷമായിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി. അപ്പം ഞങ്ങളുടെ ആനിവേഴ്സറി വരാൻ പോവുകയാണ്. അതുപോലെ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഈ വർഷം അല്ലേ നമുക്ക് നല്ലൊരു, പിന്നെ നമ്മുടെ ഉറങ്ങിക്കിടന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിക്ക് കുറച്ച് വർഷങ്ങളായിട്ടുള്ളായിരുന്നു. പക്ഷേ അത് ഇച്ചിരി ഡെഡായി കിടക്കുന്ന ഒരു ചാനലായിരുന്നു. അതിപ്പോൾ ഞങ്ങൾ കുറച്ച് ആക്റ്റീവാക്കി എടുത്തു, കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വർഷമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ പറമ്പിലെ പോത്തുകറി. അപ്പൊ നമ്മൾ പോത്തും അതുപോലെ അതിന് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം അകത്ത് കിച്ചണിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുക്കറിലിട്ടൊന്ന് അടിച്ച് ഒരു വിസിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് വെക്കുമല്ല. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സവാള അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അകത്ത് അമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ നമ്മളിവിടെ നമ്മുടെ സ്ഥിരം നമ്മുടെ കുക്കിംഗ് സ്പോട്ടിൽ കുക്കിംഗ് സ്പോട്ട് ഇവിടെയാണ് സെറ്റ് ആക്കുന്നത്. അപ്പൊ നമുക്ക് അതെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ പാചകം ആരംഭിക്കാൻ പോവാണ്. നമ്മുടെ മെയിൻ ഷെഫ് ഐവിൻ സന്തോഷ് വെളിച്ചെണ്ണ ഒഴിച്ച് ആരംഭിച്ചിരിക്കുന്നു. പിന്നെ ഷെഫിന് അത്ര ഇത് പോരാ അല്ലേ? അത് അങ്ങനെ, അവൻ അരിപ്പന് വെളിച്ചെണ്ണ അവന് എടുക്കത്തില്ല, വലിയ പാടാ. വെളിച്ചെണ്ണക്കൊക്കെ വിലയല്ലേ? നിനക്ക് എന്തോ ഒഴിക്കേണ്ടത് എന്റെ കയ്യിലോട്ട് തന്നാ മതി. അത് കറക്റ്റാ. എന്തുവെന്നറിയോ എന്റെ പൊന്നുമോനെ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒന്നും മെഴുക്ക് വറ്റാനോ വല്ലതും വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നറിയോ, അത് ഒരു കറിക്കകത്തുനിന്ന് ഒരൊറ്റ കറിക്കകത്തുനിന്ന് അമ്മ ഒരു 3 കറിക്കുള്ള വെളിച്ചെണ്ണ ഞാൻ കോരിയെടുക്കും, പിന്നെ വേറൊരു പാത്രത്തിൽ എടുത്തു വെക്കും. അത് പിന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നറിയോ, എല്ലാരും തിന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല രുചിയുണ്ടല്ലോ, ആരാ ഉണ്ടാക്കിയമ്മേ അപ്പൊ അത് ഡയലോഗ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. വെടിയടിക്കുക, അത് സമ്മതിച്ചു തരാൻ വിഷമോ, വെടിയടിക്കുക എല്ലാം അടുക്കളയിലെങ്ങാനും വന്നിട്ട് വേണം. അടുക്കളയിൽ കയറത്തേയില്ല. അച്ചു ഇച്ചിരി പിന്നെ കടുവ അങ്ങോട്ട് ഇട്ടേ. കുഴപ്പമില്ല, ഇട്ടോ. ചൂട് ചൂടാവട്ടെ. അയ്യോ, അങ്ങോട്ട് താഴോട്ട് വെച്ചിട്. അടിയിലാണ് തീ കൂടുന്ന കുഴപ്പമില്ല. അപ്പായി അവിടുന്ന് തീ കത്തിച്ച് ഇപ്പുറത്ത് കൊണ്ടുപോകും. എന്തിനാ നിന്നെ പോയിക്കാന്? നിങ്ങൾ രണ്ടുപേരും എന്തോ ഗ്രൂപ്പ് സോങ് പാടാൻ പോവാ. കണ്ണും കണ്ണും കാത്തിരുന്നു മിന്നിലൊരു പൈതലിനോ. മണ്ണിലല്ലയോ? മിന്നിലെ പൈതലായിരുന്നല്ലോ, മണ്ണിലെ പൈതല്. എന്താടാ അമ്മയ്ക്കൊരു പാട്ട് പാടാൻ പറ്റത്തില്ലയോ? കുഴപ്പമില്ല കേട്ടോ, ഇപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇതെന്തിനാടി? കണ്ണിൽ പുകയടിക്കാതിരിക്കെ എനിക്ക് നല്ലതാ. നമ്മുടെ സംഭവമൊക്കെ വഴണ്ടി വരുന്നുണ്ടല്ലോ. അതെ. ഒരു കാര്യം ചെയ്യാവോ, ആ മിക്സിക്കകത്ത് എടുത്ത് ഇങ്ങോട്ട് ഇടാവോ? കഴിഞ്ഞ നമ്മളുടെ കഷായോ കഴിഞ്ഞ നമ്മളുടെ ബിരിയാണിയുടെ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ അരച്ചു വെച്ചിരുന്ന എന്റെ കുരുമുളക് എന്തോ അടിക്കാന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പ അതേ അവസ്ഥ തന്നെയാ, കുരുമുളക് അരച്ചു വെച്ചാൽ ഇങ്ങനെ ആവും. പച്ചക്കുരുമുളക്. ഇതിനകത്ത് അമ്മ കരിയാപ്പില ഇട്ടായിരുന്നു? ഇല്ല, തവിഞ്ഞുണ്ട്. മോനേടാ കൈ കൊണ്ടൊന്ന് തള്ളിക്കൊടുത്തു. നീ അല്ലെങ്കിലും തള്ളാൻ വിദഗ്ധനാന്നറിയാം. അപ്പായുടെ ഇല്ലയോ മോൻ? അപ്പായുടെ അത്രയും വിദഗ്ധനല്ല. അതെ, അപ്പ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട്ടിലെ ഏതൊരു തള്ളലും. ആസ്ഥാന ഐവിനെ അതൊന്ന് ഇളക്ക്. ഓക്കെ, തള്ളു പിന്നെ തള്ളു നടത്താം. ഇപ്പൊ തൽക്കാലം അതിന്റെ അകത്തോട്ട് തള്ളു. അങ്ങ് വാചകോടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസിന് എന്താണ് പറയാനുള്ളത്? കുഴപ്പമൊന്നുമില്ല, സുഖം. നല്ല ക്രിസ്മസ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പോലെ അല്ലായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ്. എന്താ ഈ വർഷത്തിന് ക്രിസ്മസ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലമേ 25-25 ഈ പ്രാവശ്യം ക്രിസ്മസ് 26-25 അല്ല, തെറ്റിപ്പോയി. 25-25 ഇന്ന് 25-25 കണ്ടോ, ചമ്മിപ്പോയി. ഇന്നാ 25-25. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി പോത്താ ഇന്നത്തെ. എന്താ ഇത് ഇതിനകത്തോട്ട് നോക്ക്. കണ്ടോ, നല്ല സെറ്റ് പോത്ത്, കൊള്ളാം. എന്താ നോക്ക് കണ്ടോ. മഞ്ഞപ്പൊടി ഇടാൻ പോവാ. ശരി, ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, അടുത്തിട്. ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നു. മുളക് പൊടി എത്ര വേണം? മറ്റേൻ്റെ അത്ര 3-4 ഇട്ടായിരുന്നു. മസാല ഇട്. നടക്കുന്നില്ല, നമ്മുടെ മസാലയൊക്കെ മൂത്ത് വരുന്നതിന്റെ ഇങ്ങനെ മണം വരും. നല്ല ചുമപ്പ് കളറായില്ലേ? നല്ല ചുമന്ന കളറായി.
നല്ല ചുമന്ന കളറായി. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നതുകൊണ്ട് അപ്പം അതോ നമ്മുടെ ഒരു വിസിലടിച്ച ബീഫുമായി വരുന്നു. ഒരു തുള്ളി വെള്ളം ചേർത്തിയല്ലേ. കുടഞ്ഞിട്ട് ഇതെല്ലാം ഇനി കുറുകി വരണം. അതെ അതെ, നമുക്കേ കുറച്ച് കറി പോലെ അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെടുത്ത് അങ്ങ് നല്ലപോലെ പെരട്ടിയാലോ? അങ്ങനെയും ചെയ്യാം, നല്ലതായിരിക്കും. നമ്മുടെ വെട്ടിത്തിളയ്ക്കുന്ന ബീഫ് കറി നല്ലപോലെ പറ്റി തുടങ്ങി. നല്ല കൊഴുത്ത ചാറൊക്കെ ഇതിനകത്ത് ഇച്ചിരി ടേസ്റ്റ് എന്റെ ചാറ തവിയിലെടുത്തൊന്ന് കാണിച്ച് മാത്രം കൊഴുത്തിട്ടുണ്ടോ? കറിയുടെ കൺസിസ്റ്റൻസി അമ്മേ. എന്തു അമ്മേ? പെണ്ണിന് കൊതി മൂക്കുന്നല്ലോ. വിശക്കുന്നമ്മേ, ഇച്ചിരി മതി. ഒന്ന് ആറട്ടെ. ഇവൾ ചൂട് പോട്ടെ എന്ന് പറഞ്ഞ് നക്കി ആ പാത്രം തീർത്തു. അയ്യോ ശരിയാടാ മക്കളെ ഒരു കഷ്ണം കൂടി. അമ്മ ഒരു കഷ്ണേ തന്നുള്ളപ്പായി. അതെന്താ അമ്മേ? ഒരു കഷ്ണം തന്നുള്ളൂ. ദേഹത്ത് കോരി പിടിക്കാൻ. അതാ ദേഹത്തൊഴിക്കാതിരുന്നാ മതി. ആരുടെ ടേസ്റ്റ് ചെയ്തിട്ട് ആ പാത്രം എന്തോ വേണം. എങ്ങനെയുണ്ട്? എങ്ങനെ മോശമാവും? എല്ലാം ഉണ്ടോ? ഉപ്പൊക്കെ കറക്റ്റ് ആണോ? നല്ലേ. ഇത് നോക്കിയിരിക്കുന്ന മനുഷ്യനെയും കൂടെ കൊതിപ്പിക്കും. ചുമ്മാ പട്ടിണി കിടക്കുന്ന ഭാര്യ. പട്ടിണി കിടക്കുന്ന ഭാര്യയാ കണ്ടാലും അറിയല്ലോടാ. വെപ്രാളവും കൊതിയും ഉടുപ്പയിലെല്ലാം കോരി ഒഴിച്ചു. കൊള്ളാമേ, നല്ല ടേസ്റ്റ്. അപ്പൊ കറി റെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് നേരെ പകുതി കോരി അങ്ങ് മാറ്റുക. നമുക്ക് കറിയും ആവും. ബാക്കി പകുതി നമ്മൾ പെരട്ടുണ്ടാക്കാൻ പോകും. നക്കിയത് മതിയടി. എല്ലാരും പോയോടെ? പാചകം കഴിഞ്ഞു? എല്ലാരും പോയടേ. ഇയാളെന്ത് കൊടുക്കും? ഞാന് ബാക്കി പറഞ്ഞില്ലായിരുന്നു, നമ്മളൊരു ഹാഫ് മാറ്റുവാന്ന്. ആ ഹാഫ് ഇവിടെ ഇരുന്ന് പെരട്ടി എടുക്കും. എന്താണ് കല്യാണം കഴിച്ചിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസിനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല ബീഫ്. അത് ശരി. അതാണോ ഇയാൾക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ്? അതെ, നല്ല ക്രിസ്മസാ. ഒരുമിച്ച് കരോളിനൊക്കെ പോയി. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസുകളായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ഓരോന്നും നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതത്രേ ഉള്ളൂ. ഞാനല്ലയോ കൂടെ ഉള്ളു. അത് തന്നെ. നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തൂട് അതിൻ്റെ താടി ചെയ്തത് നമ്മുടെ പെരട്ടിൽ. അതെ, അപ്പോൾ തേങ്ങാക്കൊത്തൂട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പെരട്ടി സെറ്റായി. അപ്പോൾ നമ്മൾ നിർത്തുവാണ്. നമ്മുടെ പെരട്ട എന്തോ ആയെന്ന് കാണാൻ വരുന്ന ജാനു. കഴിഞ്ഞോ? പരിപാടിയെല്ലാം സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് പെരട്ടൊക്കെ ഓക്കെ ആയി പോവാ ഇവിടുന്ന്. അവരവരുടെ കറി കൂട്ടിട്ടേ നമുക്ക് നമ്മുടെ പെരട്ട് കഴിക്കാം. അതെ, നോക്കട്ടെ. ഓക്കെ. എല്ലാവരും ഇവിടെ മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്നാ നിനക്കും കിട്ടും. തീർന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. അപ്പം പോത്ത് കറി കിട്ടിയില്ലെന്ന് പറയാം. അതെ, നല്ല പോത്ത. ടേസ്റ്റും കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് കാണാനുണ്ട്, എല്ലാവരും കണ്ടാലും അത് പറയുന്നുണ്ട്. ആർക്കും ഒന്നും മിണ്ടാനില്ല. ഇത്രയും നല്ല സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമുക്കൊന്നും മിണ്ടാൻ തോന്നുന്നില്ല. അതിന് ഇതുവരെ കഴിച്ചില്ലായിരുന്നു. എന്തുവാടെ ഒന്ന് നേരെ ഒന്ന് നോക്കടേ. എന്നിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ബീഫ് എടുത്ത് തിന്നും. അതുകൊണ്ട് ഞാൻ ഒറ്റ സമയം കൊണ്ടങ്ങ് കഴിക്കുക. ഇല്ല, നിങ്ങളെ വീഡിയോ എടുക്കാൻ പോയ സമയം കൊണ്ട് നിങ്ങളെല്ലാം തിന്ന് നിർത്തി. ഇനി ഉള്ളതെല്ലാം ഞാൻ തിന്നിട്ട്. ഇത് കൊറേ നേരം കൊണ്ട് തുടങ്ങി തട്ടാന്. രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞു, പിന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇതിപ്പോ മൂന്നാമത്തെ ട്രിപ്പാ. അപ്പോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇനി ന്യൂ ഇയർ ആയില്ല, എന്നാലും നമ്മൾ പറയണല്ലോ. എപ്പോഴും നമ്മുടെ ഒരു ചടങ്ങ് അങ്ങനെയാണല്ലോ, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ ഉടനെ ന്യൂ ഇയർ പറയണമെന്നുള്ള. എന്നാ പോട്ടെ, ഹാപ്പി ക്രിസ്മസ്. ന്യൂ ഇയറിന്റെ വീഡിയോയില് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയാം. അതെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് ഞങ്ങളുടെ പറമ്പിലെ പോത്തുകറി. അതെ, തിന്നതേ എല്ലി കുത്തുന്നത്.